ആദർശിനി നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കനകയാണെങ്കിൽ അനന്തപുരി തറവാടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ നമ്മൾ അവന്തിക അടുത്താണെങ്കിൽ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കൂടെ നമ്മളെ നയനയും ഉണ്ട്. അപ്പോൾ നമ്മൾ അവന്തിക പറയുന്നു, അനിയേട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്നേഹമൊന്നുമില്ല, എനിക്കാണെങ്കിൽ ഇപ്പോഴും നന്ദുവിൻ്റെ അടുത്ത് അനിയേട്ടന് സ്നേഹം ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കനക പറയുന്നത് അങ്ങനൊന്നും ഇല്ല മോളെ, മോളെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, മോളെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അവന്തികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കാര്യം അവന്തികയ്ക്കും അതാണല്ലോ വേണ്ടത്. ഇപ്പം നമ്മൾ ഇതുവാണെങ്കിൽ ഇനി അനിയുടെ പുറകെ വരത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ അവന്തികയ്ക്ക് വേണമല്ലോ. അപ്പോൾ അത് അവരെ വായിൽ നിന്ന് തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവന്തികയാണെങ്കിൽ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവന്തികയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്, ഞാൻ അച്ഛനെ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട്, ഏതച്ഛൻ ആരച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തിക പറയുന്നത് എൻ്റെ അച്ഛൻ പിന്നല്ലാതെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജ പറയുന്നത് അത് നിൻ്റെ അച്ഛനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തിക പറയുന്നത് പിന്നെ ജനിപ്പിച്ച ആളെ അച്ഛനെന്നല്ലേ പറയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ ജലജ പറയുന്നത് അത് അയാൾ നിന്നെ ജനിപ്പിച്ചതൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ അവന്തികാണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ ഇപ്പം ജലജ ഇങ്ങനെ പറയുന്നതെന്നൊക്കെയുള്ളൊരു സംശയത്തിൽ നമ്മൾ അവന്തിക നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കനകയാണെങ്കിൽ നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ നിൻ്റെ അമ്മായിയമ്മയുടെ കൂടെ നിന്ന് നിൻ്റെ ജീവിതം തുലയ്ക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നവ്യ പറയുന്നത്, ഞാനാണെങ്കിൽ അബിയുടെ കൂടെ നിൽക്കത്തുള്ളൂ, അബിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കനക പറയുന്നത് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.